വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നത് ഈ കേരളത്തിലെ ഗവർണർ ഇന്നലെ നവരാത്രി സർഗോത്സവത്തിൽ കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശമാണ്. നമുക്കത് നോക്കാം. കേരളത്തിൽ ഗുരുപൂജയെയും ഭാരത് മാതാവിനെയും എതിർക്കുന്ന ചിലർ അയ്യപ്പ ഭക്തരായി നടിക്കുന്നുവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയായിരുന്നു ഗവർണറുടെ വിമർശനം. നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന സർഗസംവാദ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അതിരൂക്ഷ ഭാഷയിൽ വിമർശനമുന്നയിച്ചത്. ഗുരുപൂജയെയും ഭാരതമാതാവിനെയും എതിർക്കുന്ന ചിലർ അയ്യപ്പ ഭക്തരായി നടിക്കുകയാണെന്നും എന്ത് നിലപാടാണിതെന്നും ഗവർണർ ചോദിച്ചു. The problem here in Kerala is like this, is the same one. The people who have been opposing our culture, people who have very reservations or criticizing Guru Puja, people who are criticizing Bharat Mata, they all pretend to be Sabrimala's devotees. I don't know from where this culture has come. I don't doubt about their sanctity in their minds. If you really have that sanctity, if you really have those principles and those bhava in your minds, come out openly and tell us. But this has to be noted. This has to be listened to, and we must all see that what are these people. Why this is being done? Only for political convenience. Bharat Mata and Guru Puja and all these things are not politically convenient for anybody. It is in our blood and thought and everything. We are not politically motivated. ഗുരുപൂജയും ഭാരതമാതാവും രക്തത്തിൽ അലിഞ്ഞ സംസ്കാരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാരത് മാതാ, ഗുരുപൂജ എന്നിവ നമ്മുടെ സംസ്കാരമാണ്, അത് അവഗണിക്കാൻ കഴിയില്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന സർഗസംവാദം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSുമായി ബന്ധമുണ്ടെന്ന് പറയുന്നതിൽ അഭിമാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ പ്രസംഗം അവസാനിപ്പിച്ച് വേദിയിൽ നിന്ന് മടങ്ങിയത്. ജനം, കോഴിക്കോട്. എന്തായാലും വളരെ പ്രസക്തമായൊരു വിഷയമാണ് ഗവർണർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഈ നിരീശ്വരവാദികൾക്ക് എങ്ങനെ ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ കഴിയുമെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയാണ്. അതിന് ചില കാരണങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഈ ഭാരത് മാതാ പൂജയെ എതിർക്കുന്നു, ഗുരുപൂജയെ എതിർക്കുന്നു. അതൊക്കെ കേരളത്തിലെ CPM ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളുടെ പ്രധാനപ്പെട്ട ഹോബികളാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ അധിക്ഷേപിക്കുന്നു, ഗണപതി മിത്താണെന്ന് പറയുന്നു. ഇതൊക്കെ ഭരണഘടനാ പദവികൾ വഹിക്കുന്ന കേരളത്തിലെ CPM നേതാക്കൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ്. 2018 ആചാരലംഘനം നടത്തിയത് ഇതേ സർക്കാരാണ്. അതേ ആളുകൾ തന്നെ പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം ഉൾപ്പെടെ നടത്തുന്ന വിഷയത്തിലെ ആ ഒരു പൊരുത്തക്കേടാണ് കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയത്.